ഹലോ ഗായ്സ്, ഇന്നത്തെ നമ്മുടെ റെസിപ്പി ക്രീം ഓഫ് മഷ്റൂം സൂപ്പ്. പേര് കേട്ട് ആരും പേടിക്കണ്ട, ഇത് വളരെ ഈസി ആയിട്ട് നമ്മൾക്ക് ചെയ്തെടുക്കാൻ പറ്റും. കൂടാതെ ഇത് കിഡ്സ് ഫേവറേറ്റ് സൂപ്പാണ്. പിന്നെ ഇതിൽ പറയാനുള്ളതാണെങ്കിൽ വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ച് വളരെ റിച്ച് ആയിട്ടുള്ളൊരു സൂപ്പാണ്. By the way, this is my son John. He is so passionate about cooking. അതുപോലെ തന്നെ പുതിയ പുതിയ റെസിപ്പീസ് ട്രൈ ചെയ്യാനും ഭയങ്കര ഇഷ്ടമാണ്. ഓക്കെ, ബാക്ക് ടു ദ റെസിപ്പി. നമ്മൾക്കപ്പോൾ എന്തൊക്കെയാണ് ഇതിന് വേണ്ടതെന്ന് നോക്കാം. 1 പാക്കറ്റ് ഓഫ് ബട്ടൺ മഷ്റൂം, അത് ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുക്കണം. പിന്നെ സ്പ്രിംഗ് അണിയൻ. ചിക്കൻ സ്റ്റോക്കിനായിട്ട് ഞാൻ മാഗി ക്യൂബ്സാണ് എടുത്തിരിക്കുന്നത്, ഒരു 1/2 ക്യൂബ്. പിന്നെ 2 to 3 ടേബിൾ സ്പൂൺ ഓഫ് ബട്ടർ. ഫ്രഷ് ക്രീം 1 കപ്പ്. 2 ടേബിൾ സ്പൂൺ ഓഫ് കോൺഫ്ലവർ. പിന്നെ കുറച്ച് കുരുമുളക്, അത് നന്നായിട്ട് ക്രഷ് ചെയ്തെടുത്തതാണ്, പൊടിയാകണ്ട, ക്രഷ് ചെയ്തെടുത്താൽ മതി. ഫൈനലി ചോപ്ഡ് ഗാർലിക്. പിന്നെ 1 മീഡിയം സൈസ് അണിയൻ ഫൈനലി ചോപ്ഡ്. ഇത്രയാണ് നമുക്ക് വേണ്ടത്. ഇത് കൂടാതെ തന്നെ നമുക്ക് ക്വാണ്ടിറ്റി നോക്കിയിട്ട് വേണം വാട്ടർ ആഡ് ചെയ്യാൻ, അതും കൂടി വേണം. ആദ്യം നമുക്ക് ഗ്യാസ് ഓൺ ആക്കാം. നമ്മൾ ഏത് പാനാണ് കുക്ക് ചെയ്യാൻ യൂസ് ചെയ്യുന്നത് അത് നോക്കിയിട്ട് വേണം എപ്പോഴും ഫ്ലെയിം മാനേജ് ചെയ്ത് വെക്കാൻ. ഇപ്പോൾ ഞാൻ സ്റ്റെയിൻലെസ് സ്റ്റീലാണ് എടുത്തിരിക്കുന്നത്, അതുകൊണ്ട് തന്നെ മീഡിയം ഫ്ലെയിം അല്ല, ലോ ഫ്ലെയിമിലാണ് ഫസ്റ്റ് കുക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത്. പാൻ ചൂടായി വരുമ്പോൾ നമുക്ക് ബട്ടർ ആഡ് ചെയ്യാം. ബട്ടർ നന്നായിട്ട് മെൽറ്റ് ആകുന്നത് വരെ വെയിറ്റ് ചെയ്യണം. ബ്രൗൺ കളർ ആവുന്നതിന് മുന്നേ തന്നെ നമുക്ക് ഗാർലിക് ആഡ് ചെയ്യണം. ഗാർലിക് നല്ല ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യണം. ഈ റെസിപ്പിയിൽ ശരിക്കും ചിക്കൻ സ്റ്റോക്ക് നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്, പക്ഷേ എല്ലാവർക്കും സ്റ്റോക്ക് അവൈലബിൾ ആവത്തില്ല. അതുകൊണ്ടാണ് ഞാനിവിടെ മാഗി ക്യൂബ്സ് എടുക്കുന്നത്. സപ്പോസ് നിങ്ങൾ ചിക്കൻ സ്റ്റോക്കാണ് ആഡ് ചെയ്യുന്നതെങ്കിൽ 1 കപ്പ് ഓഫ് ചിക്കൻ സ്റ്റോക്ക് നമ്മൾക്കിതിൽ ആഡ് ചെയ്യാം. ഗാർലിക് എല്ലാം നല്ല ഗോൾഡൻ ബ്രൗൺ കളറായിട്ടുണ്ട്. ഇനി നമുക്ക് ചോപ്പ് ചെയ്ത് വെച്ച അണിയൻസ് ഇതിലേക്ക് ആഡ് ചെയ്യാം. അണിയൻസ് ആഡ് ചെയ്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കണം. ഒരു 5 മിനിറ്റ്സോളം നമുക്കിത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് മഷ്റൂം ആഡ് ചെയ്യാം. മഷ്റൂം ചൂസ് ചെയ്യുമ്പോൾ എപ്പോഴും ഡേറ്റ് നോക്കണം, കൂടാതെ അതിൻ്റെ ഫ്രഷ്നെസ്സും എപ്പോഴും ചെക്ക് ചെയ്തിട്ട് വേണം മഷ്റൂം നമ്മൾ വാങ്ങിക്കാൻ. മഷ്റൂംസ് ഫൈനലി ചോപ്പ് ചെയ്യണം എന്നില്ല, കുക്കായി വരുമ്പോൾ ഇത് കുറച്ചങ്ങ് ഷ്രിങ്ക് ആവും. അപ്പോൾ നമ്മൾക്ക് കറക്റ്റ് എക്സാക്റ്റ് സൈസായിട്ട് തന്നെ ഇരിക്കും. 2 to 3 മിനിറ്റ്സ് നമുക്കിത് അടച്ചു വെച്ച് വേവിക്കാം. എപ്പോഴും ശ്രദ്ധിക്കണം, മഷ്റൂമിന് കുക്കിംഗ് ടൈം വളരെ കുറവാണ്, പെട്ടെന്ന് കുക്കാവുന്നതാണ് മഷ്റൂം. ജസ്റ്റ് 3 മിനിറ്റ്സ് ആയപ്പോൾ തന്നെ മഷ്റൂം എല്ലാം നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മാഗി ക്യൂബ്സാണ് ആഡ് ചെയ്യാൻ പോകുന്നത്. മാഗി ക്യൂബ്സ് ആഡ് ചെയ്തിട്ട് ഇതുപോലെ തന്നെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ആ ക്യൂബ്സ് എല്ലായിടത്തേക്കും നന്നായി ഡിസോൾവ് ആയി വരണം. ഡിസോൾവ് ആയി വരുന്നത് വരെ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സ് ആയിക്കഴിഞ്ഞാൽ ഇതൊരു 3 മിനിറ്റ്സ് കൂടി അടച്ചു വെച്ച് വേവിക്കണം. ഈ സ്റ്റോക്കിൻ്റെ ഫ്ലേവർ എല്ലാം നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ആവാനായിട്ടാണ് നമ്മളിതൊരു 3 മിനിറ്റ്സ് കൂടി അടച്ചു വയ്ക്കുന്നത്. 3 മിനിറ്റ്സ് അതിന് ഓപ്പൺ ആകുമ്പോൾ നല്ലൊരു ഫ്ലേവർ നമുക്ക് ഫീൽ ചെയ്യും. ഇനി നമുക്ക് ക്രഷ് ചെയ്ത് വെച്ച കുരുമുളക് ആഡ് ചെയ്യാം. കുരുമുളക് ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. കോൺഫ്ലവർ ആഡ് ചെയ്യുന്നതിന് മുന്നേ ഗ്യാസ് എപ്പോഴും സിമ്മിലിടണം. കോൺഫ്ലവർ ആഡ് ചെയ്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ലംസ് ഒന്നും വരാതെ നന്നായി മിക്സ് ചെയ്ത് നന്നായി മിക്സായി കഴിഞ്ഞതിന് ശേഷം മാത്രമേ വാട്ടർ ആഡ് ചെയ്യാൻ പാടുള്ളൂ. ബോയിൽഡ് വാട്ടർ തന്നെ ആഡ് ചെയ്യണം, വാം വാട്ടർ. ടോട്ടൽ 2 ഗ്ലാസ് ഓഫ് വാട്ടർ ആണ് വേണ്ടത്. ആദ്യം 1 ഗ്ലാസ് വാട്ടർ ഒഴിച്ചിട്ട് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം മാത്രം സെക്കൻഡ് ഗ്ലാസ് വാട്ടർ നമുക്ക് ആഡ് ചെയ്യാം. ഓവർ കുക്കായി പോവാതെ എപ്പോഴും ശ്രദ്ധിക്കുക. ഇത് ഒത്തിരി തിക്കാവണ്ട, ജസ്റ്റ് ഒരു ലൈറ്റായിട്ടൊരു തിക്നെസ് വരുമ്പോൾ തന്നെ നമുക്ക് ക്രീം ആഡ് ചെയ്യണം. സോ എപ്പോഴും കെയർഫുൾ ആയിരിക്കുക. തിക്നെസ് കൂടിയാൽ അത് സൂപ്പ് കൺസിസ്റ്റൻസി കറക്റ്റായിട്ട് നമുക്ക് കിട്ടില്ല. ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് അമൂലിൻ്റെ ഫ്രഷ് ക്രീമാണ്.
എപ്പോഴും നല്ല ബ്രാൻഡ് തന്നെ നോക്കി വാങ്ങിക്കുക. 3 മിനിറ്റ്സ് അടച്ചു വെച്ച് വേവിക്കാം. 3 മിനിറ്റ്സ് കഴിഞ്ഞ് നോക്കുമ്പോൾ ഇത് കുറച്ച് തിക്കായിട്ടുണ്ടാവും. ഒരു സൂപ്പി കൺസിസ്റ്റൻസി ആകുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇത് കുറച്ച് ക്രീമി തിക്ക് സൂപ്പാണ്. ഇത്രയും തിക്നെസ് ആവശ്യമില്ലെങ്കിൽ നമുക്ക് കുറച്ചുകൂടി വാട്ടർ ആഡ് ചെയ്യാവുന്നതാണ്. ക്രീം ഓഫ് മഷ്റൂം സൂപ്പ് എന്ന് പറയുമ്പോൾ തിക്കർ വേർഷൻ തന്നെയാണ് എപ്പോഴും ബെസ്റ്റ്. നമുക്കിനി ഇത് സൂപ്പ് ബൗളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. ഇത് ആക്ച്വലി 3 പേർക്ക് കഴിക്കാവുന്ന പോർഷനാണ് ഞാനിപ്പോൾ ഇവിടെ ചെയ്തിരിക്കുന്നത്. മാഗി ക്യൂബിൽ ഓൾറെഡി സോൾട്ട് ആഡ് ആയതുകൊണ്ട് ഇതിൽ നമ്മൾ സോൾട്ട് ആഡ് ചെയ്തിട്ടില്ല. കുറച്ച് സ്പ്രിംഗ് അണിയൻ വെച്ച് നമുക്കിത് ഗാർണിഷ് ചെയ്യാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.